ഹലോ, ഷെന പുത്തൻകോട്ട് ഹിയർ. നമ്മുടെ ഹയർ എഡ്യൂക്കേഷന്റെ മാരത്തോൺ സീരീസ് ആണ് ഇത്. നമ്മുടെ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഐ മീൻ ഇൻ ദിസ് ഡിസംബർ സൈക്കിളിന് വേണ്ടിയിട്ടുള്ളവർക്കുള്ള ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഞാൻ മാത്സിന്റെ സെഷൻ കൂടെ ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഐ കുഡിൻ മേക്ക് ഇറ്റ്. കാരണം അത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഓരോരോ ടോപ്പിക് ഡിവൈഡ് ചെയ്ത്. അപ്പൊ അത് നമ്മൾ ഡിസംബറിൽ എക്സാം കഴിഞ്ഞിട്ട് ജൂണിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മാത്സിൽ ഓരോ ടോപ്പിക്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ, ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമ്മൾ എക്സാം കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അത് പറയാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. പിന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ പലരും കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റീഡിംഗ് കോംപ്രിഹെൻഷൻ ചെയ്യുന്നില്ലേന്ന്. റീഡിംഗ് കോംപ്രിഹെൻഷൻ നമുക്ക് പ്രത്യേകിച്ച് ക്ലാസ് ആയിട്ടൊന്നും എടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസേജ് വായിക്കുക, ആ പാസേജ് വായിച്ചിട്ട് അതിനകത്തുനിന്ന് ഉള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പൊ അത് അത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. അതിനകത്ത് വലിയ ലാംഗ്വേജ് സ്കില്ലും നമുക്ക് വേണ്ട. അതായത് ജസ്റ്റ് വായിച്ചിട്ട് നമുക്ക് ഒരു മിനിമം നമുക്ക് ആ സംഭവം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ലാംഗ്വേജ് സ്കില്ല് നമുക്ക് മതി. ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ലാംഗ്വേജ് സ്കില്ല് മതി ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിനെ കുറിച്ച് ഓർത്ത് വറീഡ് ആവണ്ട. പിന്നെ മാത്സിന്റെ ക്ലാസ് ഈ പറഞ്ഞ പോലെ എനിക്ക് ടൈമിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. സോ ഡെഫിനറ്റ്ലി ജൂൺ സൈക്കിളിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അത് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ പറയുന്ന നെക്സ്റ്റ് ജൂൺ സൈക്കിളിലേക്ക് ഈ പറയുന്ന പോലെ ഓരോ ടോപ്പിക്കിന്റെയും ചില എക്സ്ട്രാ പോയിന്റുകൾ, എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എക്സാം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ക്ലാസ്സസ് വരുന്നത്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ഇനി ഹയർ എഡ്യൂക്കേഷന്റെ കേസിൽ ഞാൻ ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. കാരണം ഇതൊരു റിവിഷൻ മാത്രമായിട്ട് കണ്ടാൽ മതി. കാരണം നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടു നോക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റികൾ. രണ്ടാമത്തത്, പ്രീ ഇൻഡിപെൻഡന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ. അടുത്തത്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ. ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നമ്മുടെ ഓൾറെഡി ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള 3 ഏരിയകളാണ് ഞാനിപ്പോൾ ഈ മാരത്തോണിന് വേണ്ടി പിക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഇത്രയും ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റികളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. ടാക്സില അഥവാ തക്ഷശില, നളന്ദ, വല്ലഭി, വിക്രംശില, ഓദന്തപുരി, ജഗദ്ദല, മിഥില, എണ്ണായിരം ആൻഡ് ഷലോത്കി. അപ്പൊ ഇത്രയും ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റികളാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, ഈ ടാക്സില അഥവാ തക്ഷശില യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, ടാക്സിലയും തക്ഷശിലയും ഒന്ന് തന്നെയാണ്. ടാക്സില എന്നുള്ളത് അതിന്റെ ഒരു ആംഗ്ലിസൈസ്ഡ് വേർഷൻ ആണ്. അതായത് ഇംഗ്ലീഷിൽ തക്ഷശില എന്ന് പറയുന്നതിന് പകരം ആംഗ്ലിസൈസ്ഡ് വേർഷൻ ആണ് ടാക്സില എന്ന് പറയുന്നത്. അപ്പൊ ഈ തക്ഷശില എന്നുള്ള വാക്കിന്റെ അർത്ഥം സിറ്റി ഓഫ് കട്ട് സ്റ്റോൺ എന്നാണ്. ശില എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ ആണല്ലോ, അല്ലെ, കല്ല് എന്നാണ് ശില. അപ്പോ സിറ്റി ഓഫ് കട്ട് സ്റ്റോൺ, കട്ട് ചെയ്ത സ്റ്റോണുകളുടെ സിറ്റി എന്നാണ് തക്ഷശില എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അതാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പേര്. യുനെസ്കോ ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് 1980. അതാണ് ഒരു പോയിന്റ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ യുനെസ്കോ ഇതിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. യുനെസ്കോ ഇങ്ങനെ പുരാതനമായിട്ടുള്ള കുറെ കാര്യങ്ങളെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് തക്ഷശില എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, 1980 യുനെസ്കോ അതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 1980 യുനെസ്കോ. ഓക്കെ, ഇനി ഇതിനെ ഡിസ്കവർ ചെയ്തത്, ഈ ഒരു യൂണിവേഴ്സിറ്റി ഡിസ്കവർ ചെയ്തത് അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ഓക്കെ, ഈ ഒരു യൂണിവേഴ്സിറ്റിയെ ഡിസ്കവർ ചെയ്തത് അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, ഇവിടെ 68ഓളം സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എക്സാം സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഗ്രീക്ക് കൾച്ചർ, തന്ത്ര, ഇതിനെയൊക്കെയാണ് ഇതിലൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് അവിടെയുള്ള പാഠ്യപദ്ധതി ഉണ്ടായിരുന്നത്. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിയെ നശിപ്പിച്ചത് ഹുണാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളാണ്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റി ഇപ്പൊ നിലവിലില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഈ തക്ഷശില യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്കോളേഴ്സിന്റെ പേര് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. അതിനകത്ത് അർത്ഥശാസ്ത്രം എഴുതിയ
ഇക്കണോമിസ്റ്റുകളൊക്കെ എപ്പോഴും പഠിക്കുന്ന അർത്ഥശാസ്ത്രം എഴുതിയ കൗഡില്യൻ ഈ യൂണിവേഴ്സിറ്റിയുമായി അസോസിയേറ്റഡ് ആണ്. പിന്നെ ഫേമസ് ഗ്രമേറിയൻ, ഗ്രാമറിന്റെ പുസ്തകങ്ങളൊക്കെ എഴുതിയ പാണിനി. ഓക്കെ, പാണിനി സംസ്കൃത ഗ്രമേറിയൻ ആണ് പാണിനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പാണിനി ഗ്രമേറിയൻ ആണ്. ഗ്രാമർ ഒക്കെ നമ്മൾ വൈയാകരൻ എന്ന് പറയില്ല, അതായത് വ്യാകരണം പഠിപ്പിക്കുന്ന ആളല്ലേ, വ്യാകരണത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ ഗ്രമേറിയൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഗ്രമേറിയൻ ആണ്, സാൻസ്ക്രിറ്റ് ഗ്രമേറിയൻ ആണ് പാണിനി. അപ്പൊ പാണിനി ഈ പറയുന്ന തക്ഷശിലയുമായിട്ട് അസോസിയേറ്റഡ് ആണ്. പിന്നെ ചരക സംഹിതയൊക്കെ എഴുതിയ ആളാണ് അല്ലെ. പിന്നെ വിഷ്ണു ശർമ്മ ആരാണ്? പഞ്ചതന്ത്രം കഥകളൊക്കെ എഴുതിയ വിഷ്ണു ശർമ്മനും ഈ പറയുന്ന തക്ഷശിലയുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പൊ കൗഡില്യ, പാണിനി, ചരക, വിഷ്ണു ശർമ്മ ഇവരൊക്കെ തക്ഷശില യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പൊ തക്ഷശിലയുമായി ബന്ധപ്പെട്ട് തക്ഷശിലയെ ഡിസ്കവർ ചെയ്ത അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ്. പിന്നെ അതിനെ ഡിസ്ട്രോയ് ചെയ്തത് ഹൂണാസ് ആണ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ അല്ലെ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 1980. പിന്നെ ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്കോളേഴ്സ് ആണ് കൗഡില്യ, പാണിനി, ചരക ആൻഡ് വിഷ്ണു ശർമ്മ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റിയാണ് നളന്ദ എന്ന് പറയുന്നത്. ഓക്കെ, നളന്ദ. അപ്പൊ നളന്ദ ഒരു ബുദ്ധിസ്റ്റ് സെന്റർ ഓഫ് ലേണിംഗ് ആണ്. ബുദ്ധിസമാണ് കൂടുതലും അവിടെ പഠിപ്പിച്ചിരുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിയെ നശിപ്പിച്ചത് ബക്തിയാർ ഖിൽജി എന്ന് പറയുന്ന റൂളർ ആണ്. ഓക്കെ, ബക്തിയാർ ഖിൽജി ആണ് നളന്ദ യൂണിവേഴ്സിറ്റിയെ നശിപ്പിച്ചത്. ഓക്കെ, ബുദ്ധിസ്റ്റ് സെന്റർ ഓഫ് ലേണിംഗ് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് വല്ലഭി എന്ന് പറയുന്നത്. ഇതും എന്താണ്? ബുദ്ധിസ്റ്റ് സെന്റർ ഓഫ് ലേണിംഗ് ആണ്. നളന്ദയുടെ ഒരു കോമ്പറ്റീറ്റർ കൂടിയാണ് വല്ലഭി എന്ന് പറയുന്നത്. അപ്പൊ വല്ലഭി നളന്ദയൊക്കെ ഒരുമിച്ച് ഒരേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികളാണ്. ഇവർ പരസ്പരം എന്താണ്? കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്ന 2 യൂണിവേഴ്സിറ്റികളാണ്. രണ്ടും ബുദ്ധിസ്റ്റ് സെന്റർ ഓഫ് ലേണിംഗ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി അടുത്ത യൂണിവേഴ്സിറ്റിയാണ് വിക്രംശില യൂണിവേഴ്സിറ്റി. വിക്രംശില യൂണിവേഴ്സിറ്റിയും എന്ത് തന്നെയാണ്? ബുദ്ധിസ്റ്റ് സെന്റർ തന്നെയാണ്. ഇനി ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്കോളേഴ്സ് ആണ് രഘുനാഥ്, രഘുനന്ദൻ, അതുപോലെ തന്നെ ശ്രീ ചൈതന്യ. ഓക്കെ, അപ്പോ നമ്മൾ തക്ഷശിലയുമായി ബന്ധപ്പെട്ട സ്കോളേഴ്സിനെ കണ്ടു. അതുപോലെ വിക്രംശിലയുമായി ബന്ധപ്പെട്ട സ്കോളേഴ്സ് ആണ് രഘുനാഥ്, രഘുനന്ദൻ, അതുപോലെ തന്നെ ശ്രീ ചൈതന്യ. ഓക്കെ, അടുത്ത യൂണിവേഴ്സിറ്റിയാണ് ഓദന്തപുരി എന്ന് പറയുന്നത്. ഓദന്തപുരി ടിബറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്ത, അല്ലെങ്കിൽ ടിബറ്റിൽ നിന്നുള്ള ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഓദന്തപുരി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു യൂണിവേഴ്സിറ്റിയാണ് ജഗദ്ദല. ഇതും ബുദ്ധിസ്റ്റ് സെന്റർ ഓഫ് ലേണിംഗ് ആണ് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, അടുത്തത് മിഥില യൂണിവേഴ്സിറ്റി ആണ്. മിഥില യൂണിവേഴ്സിറ്റി ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്താണ്. അപ്പൊ എന്താണ് ഈ ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷനും ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷൻ കാസ്റ്റ് ബേസ്ഡ് ആണ്. അതായത് ഉയർന്ന കാസ്റ്റിലുള്ളവർക്ക് മാത്രമാണ് പഠിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വേദം പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നത് ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു, ബ്രാഹ്മണിക്കൽ കസ്റ്റം അനുസരിച്ച്. അതേസമയം ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ഒക്കെ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും പഠിക്കാം എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നല്ലേ. ഇപ്പൊ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ജൈനിസ്റ്റ് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവൊക്കെ ഈ പറയുന്ന എഡ്യൂക്കേഷനെ കുറച്ചും കൂടെ സെക്കുലർ ആക്കി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് മിഥില യൂണിവേഴ്സിറ്റി. അടുത്തത് എണ്ണായിരം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്, തമിഴ്നാട്ടിലുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം എന്താണ്? നോർത്ത് ഇന്ത്യയും സെൻട്രൽ ഇന്ത്യയും ഒക്കെയാണ്. ഈ എണ്ണായിരം എന്ന് പറയുന്നത് തമിഴ്നാടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഷലോദ്കി എന്ന് പറയുന്നത് കർണാടകയിലുള്ളതാണ്. അപ്പൊ എണ്ണായിരവും ഷലോദ്കി ഒക്കെ എന്താണ്? സൗത്ത് ഇന്ത്യയിലുള്ളതാണ്. അതിൽ എണ്ണായിരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയും ഷലോദ്കി എന്ന് പറയുന്നത് കർണാടകയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇനി ഇതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റികൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടാക്സില അഥവാ തക്ഷശിലയും നളന്ദയും വല്ലഭിയുമാണ്. ഓക്കെ, ഇതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അടുത്തത് പ്രീ ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷൻ ആണ്. അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ കുറെ ആക്ടുകള്, റിപ്പോർട്ടുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പ്രീ ഇൻഡിപെൻഡന്റ് എഡ്യൂക്കേഷൻ, അതിനകത്ത് ഞാൻ ആദ്യം എല്ലാം ഒന്ന് പറയാം, എന്നിട്ട് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ചാർട്ടർ ആക്ട് 1813, എൽഫിൻസ്റ്റൺ റിപ്പോർട്ട്, ലോർഡ് മക്കോളേസ് മിനിറ്റ്, വുഡ്സ് ഡിസ്പാച്ച്, ഹണ്ടർ കമ്മീഷൻ അഥവാ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, റാലി കമ്മീഷൻ, സാഡ്ലർ കമ്മീഷൻ, ഹാർത്തോഗ് കമ്മിറ്റി, സാപ്രു കമ്മിറ്റി, ആബട്ട് വുഡ് റിപ്പോർട്ട്,
Zakir Hussain or Warda scheme or Nai Talim or Bunyadi Talim, Sargent report. അപ്പൊ ഇത്രയാണ് ഇൻഡിപെൻഡൻസിന് മുന്നേ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ കുറച്ച് ആക്ടുകളും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ചാർട്ടർ ആക്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചാർട്ടർ ആക്ടിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയന്റിഫിക് നോളജ്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ സയന്റിഫിക് നോളജ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചാർട്ടർ ആക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ചാർട്ടർ ആക്ടിന്റെ ഭാഗമായിട്ടാണ് 1817 രാജാറാം മോഹൻ റോയ് ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല തവണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ 1817 രാജാറാം മോഹൻ റോയ് ഹിന്ദു കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ചാർട്ടർ ആക്ടിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, ഈ ഹിന്ദു കോളേജ് പിന്നീട് 1855 പ്രസിഡൻസി കോളേജ് ആവുകയും 2010 ഇത് പ്രസിഡൻസി യൂണിവേഴ്സിറ്റി ആയി മാറുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ചാർട്ടർ ആക്ട് 1813 ഭാഗമായിട്ട് ബ്രിട്ടീഷുകാര് 3 സാൻസ്ക്രിറ്റ് കോളേജുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവിടേക്കാണ്? കൽക്കട്ട, ഡൽഹി, ആഗ്ര. ഓക്കെ, കൽക്കട്ട, ഡൽഹി, ആഗ്ര എന്നീ സ്ഥലങ്ങളിൽ 3 സാൻസ്ക്രിറ്റ് കോളേജുകൾ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചു. അത് ഈ ചാർട്ടർ ആക്ടിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയാണ് ചാർട്ടർ ആക്ട് സജസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതെന്താണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി? ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്നത് ഇവര് ബ്രിട്ടീഷുകാർ ആദ്യം തന്നെ ഇന്ത്യയിലുള്ള എല്ലാവരെയും എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതി ആയിരുന്നില്ല എന്താണ് അപ്ലൈ ചെയ്തത്. പകരം എന്താണ്, കുറച്ച് ആളുകളെ പഠിപ്പിക്കുക, എന്നിട്ട് ആ ആളുകളെ കൊണ്ട് അടുത്ത കുറച്ച് ആളുകളെ പഠിപ്പിക്കുക. അങ്ങനെ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയാണ് അവർ അപ്ലൈ ചെയ്തത്. അപ്പൊ അതാകുമ്പോൾ കുറച്ചും കൂടെ എന്താണ്, ഇക്കണോമിക്കലി കുറച്ചും കൂടെ ലാഭകരമായിരിക്കും അല്ലെ. അതല്ലാതെ ഇന്ത്യയിലുള്ള എല്ലാവരും ഒരുമിച്ച് പഠിപ്പിക്കുന്നതിന് പകരം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ പഠിപ്പിച്ചിട്ട് ആ ആളുകളെ വെച്ചിട്ട് അടുത്ത ഗ്രൂപ്പ് ഓഫ് ആളുകളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഉൾക്കൊണ്ടത്. ഓക്കെ, അപ്പൊ ചാർട്ടർ ആക്ടുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ സയന്റിഫിക് നോളജ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ചാർട്ടർ ആക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയാണ് അവർ സജസ്റ്റ് ചെയ്തത്. ചാർട്ടർ ആക്ടിന്റെ ഭാഗമായിട്ട് 1817 രാജാറാം മോഹൻ റോയ് ഹിന്ദു കോളേജ് സ്റ്റാർട്ട് ചെയ്തു. 1855 അത് പ്രസിഡൻസി കോളേജായി മാറി. 2010 അത് പ്രസിഡൻസി യൂണിവേഴ്സിറ്റി ആയി മാറി. പിന്നെ ബ്രിട്ടീഷുകാര് 3 കോളേജുകൾ, സാൻസ്ക്രിറ്റ് കോളേജുകൾ സ്ഥാപിച്ചു. എവിടെയൊക്കെയാണ്? കൽക്കട്ട, ഡൽഹി ആൻഡ് ആഗ്ര. അപ്പൊ ഇതെല്ലാം ചാർട്ടർ ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു റിപ്പോർട്ടാണ് എൽഫിൻസ്റ്റൺ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എൽഫിൻസ്റ്റൺ റിപ്പോർട്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇംഗ്ലീഷ് ടീച്ചിങ്ങും അതുപോലെ തന്നെ യൂറോപ്യൻ സയൻസ് സബ്ജക്ട്സും ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് എൽഫിൻസ്റ്റൺ റിപ്പോർട്ട്. എൽഫിൻസ്റ്റൺ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്: ഇംഗ്ലീഷ് ടീച്ചിങ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ യൂറോപ്യൻ സയൻസ് സബ്ജക്ട്സ് ഇന്ത്യക്കാരെ പഠിപ്പിക്കുക. ഈ 2 കാര്യങ്ങളാണ് എൽഫിൻസ്റ്റൺ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ലോർഡ് മെക്കോളേസ് മിനിറ്റ്സ് ആണ്. ലോർഡ് മെക്കോളേനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. മെക്കോളെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അല്ലെ, ഇന്ത്യനെ അത്രയധികം അപമാനിച്ചിട്ട് പോയിട്ടുള്ള ഒരാളും കൂടിയാണ് അല്ലെ. മെക്കോളെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമുക്ക് വേണ്ടത് എന്താണ്? ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് ബ്രിട്ടീഷ് ഇൻ ലാംഗ്വേജ് എന്നാണ് അല്ലെ. ബ്ലഡിൽ ഇന്ത്യക്കാരായിട്ടുള്ള എന്നാൽ ലാംഗ്വേജിൽ ഇംഗ്ലീഷുകാരായിട്ടുള്ള, അതായത് ഇംഗ്ലീഷ് അറിയാവുന്ന ഇന്ത്യക്കാരെ പണിയെടുപ്പിക്കാൻ വേണം. അതാണ് ലോർഡ് മെക്കോളെ പറഞ്ഞത് അല്ലെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇന്ത്യയിലെ മുഴുവൻ പുസ്തകങ്ങളും എടുത്തു നോക്കിയാലും അത് യൂറോപ്പിലെ ലൈബ്രറിയിലെ ഒരു എന്താണ് ഒരു 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 കബോർഡിന്റെ ഒരു ലെയർ അത്രേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് ഇന്ത്യയിലെ പുസ്തകങ്ങൾ മുഴുവൻ എടുത്താലും അത് യൂറോപ്പിന്റെ ലൈബ്രറി അത്രയും വലുതാണെന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലെ. അതായത് ഇന്ത്യക്കാരെ എന്ത് ചെയ്യാണ്, മോശമായിട്ടല്ലേ, ഇന്ത്യക്ക് അത്ര പുസ്തകങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറയുന്നതാണ് ലോർഡ് മെക്കോളെ ആ ഒരു സംഭവത്തിലൂടെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിലൂടെ ലോർഡ് മെക്കോളെ ഉദ്ദേശിക്കുന്ന അതാണ്. അപ്പൊ ലോർഡ് മെക്കോളെ പക്ഷെ ലോർഡ് മെക്കോളേനെ കൊണ്ട് ഒരു ഉപകാരം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സയന്റിഫിക് എഡ്യൂക്കേഷൻ, സെക്യുലർ എഡ്യൂക്കേഷൻ ഒക്കെ മെക്കോളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായി, നമുക്ക് കോമൺ ആയിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ്, ഇന്ത്യയിൽ ഇത്രയും സ്റ്റേറ്റുകൾ ഉണ്ട്, പല ലാംഗ്വേജ് സംസാരിക്കുന്ന സ്റ്റേറ്റുകളെ യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലാംഗ്വേജ് സഹായിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രീഡം ഫൈറ്റിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതാണ് ലോർഡ് മെക്കോളേസ് മിനിറ്റ് എന്ന് പറയുന്നത്. ഇനി വുഡ്സ് ഡിസ്പാച്ച് ആണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡേറ്റും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. 1854 ആണ്, ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. 1854 ആണ്. ലോർഡ് മെക്കോളേസ് മിനിറ്റ് 1835 ആണ്. വുഡ്സ് ഡിസ്പാച്ച് 1854 ആണ്, മാറിപ്പോകരുത്. ലോർഡ് മെക്കോളേസ് മിനിറ്റ് 1835ഉം വുഡ്സ് ഡിസ്പാച്ച് 1854 ആണ്. ഓക്കെ, വുഡ്സ് ഡിസ്പാച്ചിനെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നാണ്
അറിയപ്പെടുന്നത്. അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ഒരു മാഗ്ന കാർട്ട എന്ന് തന്നെ വേണമെങ്കിൽ വുഡ്സ് ഡിസ്പാച്ചിനെ വിളിക്കാം. അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ വുഡ്സ് ഡിസ്പാച്ച് വഴിയാണ് എന്ന് നമുക്ക് പറയാം. അതായത് അതിനൊരു അരക്കിട്ടുറപ്പിച്ചത് ഈ പറയുന്ന വുഡ്സ് ഡിസ്പാച്ച് ആണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വുഡ്സ് ഡിസ്പാച്ച്. അപ്പൊ അത്രയാണ് നമ്മൾ വുഡ്സ് ഡിസ്പാച്ചുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി വുഡ്സ് ഡിസ്പാച്ചിൽ 1854 പറഞ്ഞു. അപ്പോൾ 3 യൂണിവേഴ്സിറ്റികൾ സെറ്റപ്പ് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എവിടേക്കാണ്? മദ്രാസ്, കൽക്കട്ട, ബോംബെ എന്നീ സ്ഥലങ്ങളിൽ 3 യൂണിവേഴ്സിറ്റികൾ സെറ്റപ്പ് ചെയ്യുന്നത് സജസ്റ്റ് ചെയ്തത് ആരാണ്? ഈ പറയുന്ന വുഡ്സ് ഡിസ്പാച്ച് ആണ് എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ അതുപോലെ തന്നെ പൂസയില് ഒരു അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടും റൂർക്കിയില് ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൊണ്ടുവരണം എന്ന് സജസ്റ്റ് ചെയ്തതും വുഡ്സ് ഡിസ്പാച്ച് ആണ്. അപ്പൊ വുഡ്സ് ഡിസ്പാച്ചുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ, അത് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളത് അറിയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ 3 യൂണിവേഴ്സിറ്റികൾ സെറ്റപ്പ് ചെയ്യുന്ന കാര്യം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൽക്കട്ട, ബോംബെ, മദ്രാസ്. പിന്നെ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂസയിൽ ഒരു അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടും റൂർക്കിയിൽ ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും വരണമെന്ന് സജസ്റ്റ് ചെയ്തതും എന്ത് തന്നെയാണ്? ഈ വുഡ്സ് ഡിസ്പാച്ച് തന്നെയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ അഥവാ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹണ്ടർ കമ്മീഷന് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വുഡ്സ് ഡിസ്പാച്ചിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണ്. അതായത് വുഡ്സ് ഡിസ്പാച്ച് പ്രോപ്പർ ആയിട്ടാണോ ഫംഗ്ഷൻ ചെയ്യണത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹണ്ടർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹണ്ടർ കമ്മീഷൻ. അടുത്ത കമ്മീഷനാണ് റാലി കമ്മീഷൻ അഥവാ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ റാലി കമ്മീഷൻ അഥവാ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ ഒരു വർക്കിംഗ് പ്രോപ്പർ ആയിട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാലി കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ യൂണിവേഴ്സിറ്റികളുടെ ഒരു ഫങ്ഷനിങ് ഒക്കെ പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാലി കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കാം. അടുത്തത് സാഡ്ലർ കമ്മീഷൻ ആണ്. സാഡ്ലർ കമ്മീഷൻ അഥവാ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ. കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രോബ്ലത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാഡ്ലർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി സാഡ്ലർ കമ്മീഷന്റെ ഭാഗമായിട്ടാണ് കെയ്ബ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കെയ്ബ് എന്താണ്? സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു അഡ്വൈസിങ് ബോഡിയാണ്, സർക്കാരിന് അഡ്വൈസ് കൊടുക്കാൻ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡിയാണ് കെയ്ബ് എന്ന് പറയുന്നത്. അപ്പൊ സാഡ്ലർ കമ്മീഷൻ ആണ് കെയ്ബ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഇവർ പറഞ്ഞത് പ്രകാരം 1920 കെയ്ബ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഓക്കെ, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കെയ്ബ് 1920 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും 1923 അത് അബോളിഷ് ചെയ്യപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ 1920 കെയ്ബ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും 1923 അത് അബോളിഷ് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ആരാണ് കെയ്ബ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്? സാഡ്ലർ കമ്മീഷൻ അഥവാ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് സാഡ്ലർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അടുത്ത കമ്മിറ്റിയാണ് ഹാർത്തോഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഹാർത്തോഗ് കമ്മിറ്റി ഇപ്പൊ നേരത്തെ നമ്മൾ കെയ്ബ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നിട്ട് അബോളിഷ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. 1920 എസ്റ്റാബ്ലിഷ് ചെയ്തു, 1923 അത് ബാൻ ചെയ്തു അല്ലെങ്കിൽ നിർത്തലാക്കി അല്ലെ. അപ്പൊ ഈ ഹാർത്തോഗ് കമ്മിറ്റി വീണ്ടും കെയ്ബ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ ഓർക്കാം. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഹാർത്തോഗ് കമ്മിറ്റി ക്വാളിറ്റിയും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ഒക്കെ ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റി കൂടിയാണ് ഹാർത്തോഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു കമ്മിറ്റിയാണ് സാപ്രൂ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ സാപ്രൂ കമ്മിറ്റി എന്ന് പറയുന്നത് UP ഗവൺമെന്റ്, അതായത് ഇത് ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. മറ്റേതൊക്കെ ചിലതൊക്കെ സെൻട്രൽ കമ്മിറ്റികളാണ്, അതായത് ഇന്ത്യ മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള കമ്മിറ്റികളും ചിലത് സ്പെസിഫിക് ആയിട്ട് ഓരോ സ്റ്റേറ്റ് അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റികളും ഉണ്ട് അല്ലെ. അപ്പോ ഈ സാപ്രൂ കമ്മിറ്റി എന്ന് പറയുന്നത് UP സർക്കാർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? UP യിലുള്ള അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് UP സർക്കാർ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് സാപ്രൂ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊരു സ്റ്റേറ്റ് കമ്മിറ്റി ആണെന്നുള്ള കാര്യം കൂടെ ഓർക്കാം. അത് ഇന്ത്യയിൽ മുഴുവനായിട്ട് ഉള്ളതല്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കാം.
നെക്സ്റ്റ് ഈസ് ആബട്ട് വുഡ് റിപ്പോർട്ടാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രോബ്ലത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ആണ് ആബട്ട് വുഡ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത്. അവരുടെ റിപ്പോർട്ടാണ് ആബട്ട് വുഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ആബട്ട് വുഡ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ആയിരിക്കണം യൂണിവേഴ്സിറ്റി തലത്തിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് സജസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തത് ആബട്ട് വുഡ് റിപ്പോർട്ടിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അതായത് യൂണിവേഴ്സിറ്റി തലത്തിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയിരിക്കണം എന്ന് പ്രപ്പോസ് ചെയ്തത് ആബട്ട് വുഡ് റിപ്പോർട്ടിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കാം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സക്കീർ ഹുസൈൻ കമ്മിറ്റി ഓർ വാർദ സ്കീം ഓർ നയ് തലീം ഓർ ബുനിയാദി തലീം എന്ന് പറയുന്നത്. ഇവിടെ ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇൻസ്ട്രക്ഷൻ മദർ ടങ്ങിലായിരിക്കണം എന്നുള്ളതാണ്. അതായത് സ്കൂൾ ലെവലിലൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ഇൻസ്ട്രക്ഷൻ എന്തിലായിരിക്കണം, മദർ ടങ്ങിലായിരിക്കണം എന്ന് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് വാർദ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നുണ്ട്. അത് റെക്കമെൻഡ് ചെയ്തത് ഗാന്ധിയാണ്. അപ്പൊ ഈ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് സക്കീർ ഹുസൈൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് സക്കീർ ഹുസൈൻ കമ്മിറ്റി ഗാന്ധിജി റെക്കമെൻഡ് ചെയ്ത ലേണിംഗ് ബൈ ഡൂയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്ത ലാസ്റ്റ് ഇൻഡിപെൻഡൻസിന് മുന്നേ ഉള്ള അവസാനത്തെ കമ്മിറ്റിയാണ്. അതിന്റെ റിപ്പോർട്ടാണ് സാർജന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സാർജന്റ് റിപ്പോർട്ടിലാണ് UGC പോലുള്ള ഒരു ബോഡിയൊക്കെ ഫോം ചെയ്യണം എന്നൊക്കെ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് സാർജന്റ് റിപ്പോർട്ടിലാണ് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇൻഡിപെൻഡൻസിന് മുന്നേ ഉള്ള ഇന്ത്യയുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും പറയാനുണ്ട്. NEP 2020 വരെയാണ് ലാസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ആദ്യം ഞാൻ എല്ലാം ഒന്ന് വായിക്കാം, എന്നിട്ട് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ആദ്യത്തേത് ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ ആണ് 1948. പിന്നെ മുതലിയാർ കമ്മീഷൻ, AL മുതലിയാർ ആണ് അതിന്റെ ചെയർമാൻ, 1952. പിന്നെ സമ്പൂരാനന്ദ് കമ്മിറ്റി, കോത്താരി കമ്മീഷൻ, അതിന്റെ ചെയർമാൻ ഇമ്പോർട്ടന്റ് ആണ്, ഡോക്ടർ DS കോത്താരി ആണ്. പിന്നെ ജ്ഞാനം കമ്മിറ്റി, പിന്നെ സാം പെത്രോഡ കമ്മിറ്റി, യശ്പാൽ കമ്മിറ്റി, ശർമ്മ കമ്മിറ്റി, ഡോക്ടർ അനിൽ കക്കോത്കർ കമ്മിറ്റി, KB പവാർ കമ്മിറ്റി, സുബ്രഹ്മണ്യം കമ്മിറ്റി, NEP 1968, പിന്നെ 86, 1992, 2016, പിന്നെ നമ്മൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള NEP 2020. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ആദ്യത്തെ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ. എസിന്റെ ഫുൾ ഫോം എന്താണ്? സർവപ്പള്ളി രാധാകൃഷ്ണൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 1948 അത് ഫോം ചെയ്യുന്നത്. അതിനകത്ത് മനസ്സിലാക്കേണ്ട ബിഗിനിങ് ഓഫ് റിനൈസൻസ് ഇല്ല കേട്ടോ, അത് മാറിപ്പോയതാണ്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങള് UGC സെറ്റപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ രാധാകൃഷ്ണ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് UGC സെറ്റപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ റീജിയണൽ ലാംഗ്വേജിലായിരിക്കണം എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഒരു നാഷണൽ ലാംഗ്വേജും ഇംഗ്ലീഷും, അതായത് 3 ലാംഗ്വേജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞത് ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ ആണ്. അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മദർ ടങ്ങിലായിരിക്കണം അഥവാ വെർണാക്കുലർ ലാംഗ്വേജിലായിരിക്കണം. അതിനോടൊപ്പം തന്നെ നാഷണൽ ലാംഗ്വേജ് പഠിപ്പിക്കണം, അല്ലെ, ഹിന്ദി, പിന്നെ ഇംഗ്ലീഷും. ഓക്കെ, അപ്പൊ ഇതാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇതിനെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും വിളിക്കാറുണ്ട്. എസിന്റെ ഫുൾ ഫോം സർവപ്പള്ളി രാധാകൃഷ്ണൻ എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ അഥവാ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. 1952 റോയൽറ്റി റൂളർ ഒന്നും ഇല്ലാട്ടോ, അത് മാറിപ്പോയതാണ്. മുതലിയാർ കമ്മീഷൻ 1952 ഇതിനെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും വിളിക്കാറുണ്ട്. ഇതിന്റെ ചെയർമാൻ AL മുതലിയാർ ആണ്. AL മുതലിയാർ ആണ് ചെയർമാൻ. ഓക്കെ, ഇനി അടുത്തത് ഡോക്ടർ സമ്പൂരാനന്ദ് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയെ നമ്മൾ കമ്മിറ്റി ഓൺ ഇമോഷണൽ ഇന്റഗ്രേഷൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഡോക്ടർ സമ്പൂരാനന്ദ് കമ്മിറ്റിയെ കമ്മിറ്റി ഓൺ ഇമോഷണൽ ഇന്റഗ്രേഷൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇമോഷണൽ ഇന്റഗ്രേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതൊക്കെയാണ് ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനാണ്. ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട കമ്മീഷൻസ്: ഒന്ന് രാധാകൃഷ്ണ കമ്മീഷൻ, മുതലിയാർ, കോത്താരി.
പിന്നെ NEP 2020. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. ഓക്കെ. ഇനി കോത്താരി കമ്മീഷൻ, അതിന്റെ ചെയർമാൻ ഡോക്ടർ DS കോത്താരിയാണ്. DS കോത്താരി. ഈ കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിനെ ബൈബിൾ ഫോർ ടീച്ചേഴ്സ് എന്ന് വിളിക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർക്കാം. ഓക്കെ. ഈ കോത്താരി കമ്മീഷൻ സജസ്റ്റ് ചെയ്താണ് 3 വർഷ ഡിഗ്രി കോഴ്സും 4 വർഷ ഓണേഴ്സ് ഡിഗ്രി കോഴ്സും. പിന്നെ നാഷണൽ ഇൻകത്തിന്റെ 6% എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കണം എന്ന് സജസ്റ്റ് ചെയ്തതും കോത്താരി കമ്മീഷൻ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ. അടുത്ത കമ്മിറ്റിയാണ് ജ്ഞാനം കമ്മിറ്റി എന്ന് പറയുന്നത്. അതായത് ഡീംഡ് യൂണിവേഴ്സിറ്റികള് എന്താണ് കൺട്രോൾ ഇല്ലാത്ത വളർച്ചയെ കൺട്രോൾ ചെയ്യുക. അതായത് ഡീംഡ് യൂണിവേഴ്സിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക, അതായത് അവർ പ്രോപ്പർ ആയിട്ടാണോ ഫംഗ്ഷൻ ചെയ്യണത് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ജ്ഞാനം കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് സാം പെത്രോഡ കമ്മിറ്റിയാണ്. മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റിയാണ് സാം പെത്രോഡ കമ്മിറ്റി. എന്താണ് മൾട്ടി ഡിസിപ്ലിനറി? അതായത് ഇപ്പോൾ ഒരു സബ്ജക്റ്റിന്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും, അതായത് ഇപ്പോൾ BCom ടാക്സേഷൻ വിത്ത് ടൂറിസം, ഇങ്ങനെയൊക്കെ രണ്ട് കോഴ്സുകൾ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളെ ചേർത്തിട്ടൊക്കെ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ കോഴ്സുകളെല്ലാം മൾട്ടി ഡിസിപ്ലിനറി ആക്കണം, പ്രോഗ്രാമുകളെല്ലാം മൾട്ടി ഡിസിപ്ലിനറി ആക്കണം എന്ന് പറഞ്ഞത് സജസ്റ്റ് ചെയ്തത് സാം പെത്രോഡ കമ്മിറ്റിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ. അടുത്തത് യശ്പാൽ കമ്മിറ്റിയാണ്. ഹയർ എഡ്യൂക്കേഷനെ മൊത്തത്തിൽ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് യശ്പാൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ശർമ്മ കമ്മിറ്റിയാണ്. ശർമ്മ കമ്മിറ്റി റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട് ആണ് അത് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അതായത് 50% ഒരു രാജ്യത്തിന്റെ 50% ബജറ്റ് റിസർച്ചിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് പറഞ്ഞത് ശർമ്മ കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ശർമ്മ കമ്മിറ്റിയുടെ ശുപാർശയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ISER എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ISER, IISER, ISER, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫോം ചെയ്തത് ശർമ്മ കമ്മിറ്റിയുടെ സജഷനിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ. അടുത്തത് ഡോക്ടർ അനിൽ കക്കോത്കർ കമ്മിറ്റിയാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ സജഷൻ. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടർ അനിൽ കക്കോത്കറിന്റെ സജഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് KB പവാർ കമ്മിറ്റിയാണ്. KB പവാർ കമ്മിറ്റി പ്രൈവറ്റ് ആൻഡ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്, ഹയർ എഡ്യൂക്കേഷനിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. എന്താണ് ഈ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്? അതായത് ഇപ്പൊ സർക്കാരിന്റെ യൂണിവേഴ്സിറ്റികളാണെങ്കിൽ, അതായത് സർക്കാരിന്റെ അണ്ടറിലുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അവിടെ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അല്ലെ, കുറച്ചും കൂടെ ഫണ്ടിങ് ഒക്കെ കൂടുതൽ കിട്ടും. അതായത് സർക്കാരിന്റെ അണ്ടറിൽ മാത്രമുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ സർക്കാരിന്റെ ഫണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് പ്രൈവറ്റ് പാർട്ടിയും കൂടെ ടേക്ക് പാർട്ടി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫണ്ട് കൂടുതൽ കിട്ടുകയും നമുക്ക് കുറച്ചും കൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും മറ്റ് ഡെവലപ്മെന്റിനും ഒക്കെ ഫണ്ട് ഉണ്ടാവും എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ KB പവാർ കമ്മിറ്റി പറയുന്നത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ അവര് സജസ്റ്റ് ചെയ്ത കാര്യമാണ്. അടുത്തത് സുബ്രഹ്മണ്യം കമ്മിറ്റിയാണ്. ഇവരും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ GDPയുടെ മൊത്തം നാഷണൽ ഇൻകത്തിന്റെ 6% എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കണം എന്ന് വീണ്ടും പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് സുബ്രഹ്മണ്യം കമ്മിറ്റി. അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി NEPയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ NEPകൾ ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഏതൊക്കെ ഇയറിലാണ് NEP വന്നിട്ടുള്ളത് എന്ന് ആലോചിച്ചാൽ മതി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് NEPയുടെ ഫുൾ ഫോം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇനി NPE എന്നും ചില സമയത്ത് കാണാറുണ്ട്, രണ്ടും സെയിം ആണ്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്നും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നും പറയാറുണ്ട്. രണ്ടും എന്താണ്, ഒന്നാണ് എന്നുള്ള കാര്യം ഓർക്കാം. അപ്പൊ ആദ്യത്തെ NEP 1968 ആണ്, പിന്നെ 86 ആണ്, പിന്നെ 1992 ആണ്, പിന്നെ 2016 ആണ്. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാണ് ഇത് പറയാത്തത്. ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് NEP 2020 ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ. അപ്പൊ NEP 2020യുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. NEP 2020യുടെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തത് ഡോക്ടർ K കസ്തൂരി രംഗൻ ആണ്. ഡോക്ടർ K കസ്തൂരി രംഗൻ പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യയെ ഒരു ഗ്ലോബൽ നോളേജ് സൂപ്പർ പവർ ആക്കണം, അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു വിശ്വഗുരു ആക്കണം എന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു NEP 2020. ഇന്ത്യയെ ഒരു ഗ്ലോബൽ നോളേജ് സൂപ്പർ പവർ ആക്കണം, ഇന്ത്യയെ ഒരു വിശ്വഗുരു ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് NEP 2020 ആണ് എന്നുള്ള കാര്യം ഓർക്കാം.
പിന്നെ അതുപോലെ NEP 2020 ഭാഗമായിട്ടാണ് MHRDനെ, അതായത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ എന്താക്കിയത്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് റീനെയിം ചെയ്തു. ഓക്കെ, അപ്പൊ MHRD എന്നുള്ളത് ഇപ്പോ MOE എന്നായി മാറിയിട്ടുണ്ട്. അത് NEP 2020 ആണ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത്. പിന്നെ എഡ്യൂക്കേഷനിൽ ടെക്നോളജി യൂസ് ചെയ്യണം എന്ന് സജസ്റ്റ് ചെയ്തത് NEP 2020 ആണ്. ഇനി NEP 2020 അനുസരിച്ചിട്ട് നമ്മൾ മറ്റേത് 10+2+3 എന്നായിരുന്നു ഡിവൈഡ് ചെയ്യുന്നത്. 10 എന്ന് പറയുന്ന 10ാം ക്ലാസ് വരെ, പിന്നെ +1 +2 2 വർഷം, പിന്നെ ഡിഗ്രി 3 വർഷം. അങ്ങനെയാണ് 10+2+3 എന്ന് പറയുന്നത്. അതിന് പകരം ഇവിടെ 5+3+3+4 എന്നാക്കി. 5 എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ, അപ്പൊ അത് 5 വർഷമായില്ലേ. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കാലഘട്ടം ആ 5ൽ വന്നു. പിന്നെ അടുത്ത 3 വർഷം എന്ന് പറയുന്നത് ഏതാണ്? 3, 4, 5 ക്ലാസ്സുകൾ, അതായത് 8നും 11നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ഈ പറയുന്ന 3 എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. ഇനി അടുത്ത 3 എന്താണ്? 6, 7, 8 ക്ലാസ്സുകൾ, 11 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ. ഒന്നുകൂടെ പറയാം, ആദ്യത്തെ 5 എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾ. പിന്നെ 3 എന്ന് പറയുന്നത് 3, 4, 5 ക്ലാസ്സുകൾ. അതുപോലെ തന്നെ 8നും 11നും ഇടയിൽ പ്രായമുള്ള കുട്ടികളായിരിക്കും ഈ 3 എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇനി അടുത്ത 3ൽ വരുന്ന എന്താണ്? 6, 7, 8 ക്ലാസ്സുകളിൽ വരുന്ന കുട്ടികൾ, അതുപോലെ തന്നെ 11നും 14നും ഇടയിൽ പ്രായം വരുന്ന കുട്ടികൾ. ഇനി വരുന്ന 4 വർഷം എന്ന് പറയുന്നത് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ്. 14നും 18നും ഇടയിൽ പ്രായമുള്ളവർ. അപ്പൊ ഇതെല്ലാം സ്കൂൾ ലെവലാണ്. ഈ 4 എന്ന് പറയുന്നത് 4 ഇയർ ഡിഗ്രി അല്ല കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, 5+3+3+4. ആ 4 എന്ന് പറയുന്നത് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, മാറിപ്പോരുത് അത്. പിന്നെ ഇത് കൊണ്ടുവന്ന മറ്റൊരു വ്യത്യാസമാണ് മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റ്. അപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ച് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ +2 ആയിട്ട് മാറും. ഇവിടെ അങ്ങനെയല്ല. 4 വർഷ ഡിഗ്രിയിൽ 4 എക്സിറ്റ് പോയിന്റ് ഉണ്ട്. അതായത് നമുക്ക് ഓരോ വർഷത്തിലും വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്ക് 1 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1 ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് സർട്ടിഫിക്കറ്റ് കിട്ടും. ഡിഗ്രി ഞാൻ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇനി 2ാം വർഷമാണ് ഞാൻ ക്വിറ്റ് ചെയ്യുന്നതെങ്കിലോ എനിക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. 3ാമത്തെ വർഷമാണ് ഞാൻ ക്വിറ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റും. 4ാം വർഷമാണ് ഞാൻ 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിസർച്ച് സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പൊ ഇങ്ങനെ 4 വർഷത്തിൽ എനിക്ക് ഏത് വർഷം വേണമെങ്കിലും ക്വിറ്റ് ചെയ്യാം. അപ്പൊ അത് അപ്പോഴൊക്കെ എനിക്ക് എന്ത് കിട്ടും? സർട്ടിഫിക്കറ്റുകൾ കിട്ടും. ഓക്കെ, ഇനി NEP 2020 മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരാശയമാണ് IITകളും IIMനോടും കിടപിടിക്കുന്ന തരത്തില് മേറു എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികൾ സെറ്റപ്പ് ചെയ്യണമെന്ന്. മേറുവിന്റെ ഫുൾ ഫോം എന്താണ്? മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? IITകളും IIMനോടും ഒക്കെ കിടപിടിക്കുന്ന തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളാണ് ഈ മേറൂസ് എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? NEP 2020 തന്നെയാണ്. അതുപോലെ തന്നെ NEP 2020 മുന്നോട്ട് വെച്ച മറ്റൊരാശയമാണ് റിസർച്ചിന് വേണ്ടി മാത്രമായിട്ട് ഒരു അപ്പെക്സ് ബോഡി, ഒരു ടോപ്പ് ബോഡി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോ റിസർച്ചുമായി ബന്ധപ്പെട്ട ടോപ്പ് ബോഡി UGC ആണ്. അതായത് നോൺ ടെക്നിക്കലിനെ സംബന്ധിച്ച് UGC ആണ്, ടെക്നിക്കലിനെ സംബന്ധിച്ച് എന്താണ്? CSIR ആണ് അല്ലെ. അപ്പൊ അതിനൊക്കെ പകരമായിട്ട് റിസർച്ചിന് മാത്രമായിട്ട് ഒരു ബോഡി വേണം. അത് ഒരു അപ്പെക്സ് ബോഡി അല്ലെ, ഒരു ടോപ്പ് ബോഡി. അതെന്തായിരിക്കണം? നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, NRF, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യണം ഫോർ റിസർച്ച്. പിന്നെ UGCയെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു ബോഡി വരണം എന്ന് പറഞ്ഞു. അതെന്താണ്? ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, HESI. അതായത് UGC എന്നുള്ള പേര് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? HESI എന്ന് പറയുന്ന ഒരു ബോഡി കൊണ്ടുവരണം. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയും ഒരു അംബ്രല്ല ബോഡി എന്നുള്ള രീതിയിൽ HESI കൊണ്ടുവരണം എന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ UGC മാറിയിട്ട് HESI ആവും എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ അതുപോലെ അവർ മുന്നോട്ട് വെച്ച മറ്റൊരാശയമാണ് 360 ഡിഗ്രി പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്നത്. അതായത് 360 ഡിഗ്രി പ്രോഗ്രസ് കാർഡ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ആ പ്രോഗ്രസ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ കുട്ടിയുടെ എല്ലാ മേഖലകളും നമുക്ക് അറിയാൻ പറ്റും. അതായത് കുട്ടിയുടെ സമസ്ത മേഖലകളും കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രസ് കാർഡ് ആയിരിക്കണം കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞത് ആരാണ്? NEP 2020 ആണ്. അപ്പൊ ഈ 360 ഡിഗ്രി പ്രോഗ്രസ് കാർഡ് എന്നുള്ള ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, കുട്ടിയുടെ കോ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഇനി പ്രോഗ്രസ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടാണ് 360 ഡിഗ്രി പ്രോഗ്രസ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി
മറ്റൊരു കാര്യം പറയുന്നത് 4 യൂണിവേഴ്സിറ്റികളുടെ പേര് ഈ NEP 2020 റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് പറയാം. നളന്ദ, തക്ഷശില, വല്ലഭി ആൻഡ് വിക്രംശില. നളന്ദ, തക്ഷശില, വല്ലഭി ആൻഡ് വിക്രംശില എന്നിങ്ങനെ 4 യൂണിവേഴ്സിറ്റികളുടെ പേരുകൾ ഈ പറയുന്ന NEP 2020 മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഇത് വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു റിവിഷൻ ആയിരുന്നു. കാരണം എക്സാം ഇസ് റൗണ്ട് ദ കോർണർ. അപ്പൊ ഒരുപാട് ടൈം കളയണ്ട എന്നോർത്തു വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാണ്. അപ്പം അതുകൊണ്ടാണ് വളരെ ക്വിക്ക് ആയിട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സസ് വൈൻഡപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി മാത്സിന്റെ ക്ലാസ്സസ് ഹോപ്പ്ഫുള്ളി നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നെക്സ്റ്റ് ജൂൺ സൈക്കിളിന് വേണ്ടിയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ജൂൺ സൈക്കിളിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും പേപ്പർ 1-ന്. അതിനോടൊപ്പം തന്നെ പേപ്പർ 2 ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ നമ്മൾ സൂൺ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ അതും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ചാനൽ തന്നെ കുറച്ചും കൂടി നമ്മൾ ഒന്ന് വൈഡർ ആക്കിയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള രീതിയിൽ ഈ ചാനൽ ഒന്ന് ഫ്ലറിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പേപ്പർ 2 ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളും പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ക്ലാസ്സുകൾ, ഇനി കോമ്പറ്റേറ്റീവ് എക്സാം അല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ക്ലാസ്സസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സൂൺ. ഇതൊക്കെ പെട്ടെന്നല്ല, ഒരു 1 മന്തിനുള്ളിൽ നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. പറയുന്ന പേപ്പർ 2 ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ, പിന്നെ ഗ്രാമർ ക്ലാസ്സുകൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും പിന്നെ അതുപോലെ തന്നെ ജനറൽ ആയിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഗ്രാമർ ക്ലാസ് എടുക്കണം എന്ന് വിചാരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ആ ക്ലാസ്സസ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബുക്ക് റിവ്യൂസ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള മറ്റ് വീഡിയോസും നമ്മുടെ ഈ ചാനലിൽ സൂൺ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. മറ്റ് വീഡിയോസും ഒക്കെ കാണുക. എന്താണെങ്കിലും നിങ്ങൾക്ക് അതൊരു നഷ്ടമായിരിക്കില്ല. കാരണം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ സൂൺ. പിന്നെ അതുപോലെ തന്നെ പേപ്പർ 1 ക്ലാസ്സിന് വേണ്ടിയിട്ട് മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ നിരാശപ്പെടുത്തുന്നില്ല. നമ്മൾ പേപ്പർ 1-ന്റെ ക്ലാസ്സുകൾ ഇനിയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ഡെഡ് എൻഡ് അല്ല. പേപ്പർ 1-ന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയും പുതിയ പുതിയ ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഓരോ മൊഡ്യൂളിന്റെയും പുതിയ ഏരിയകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന പുതിയ പുതിയ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഡിസംബർ സൈക്കിളിന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം. നന്നായിട്ട് പഠിക്കുക. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും നെറ്റ് കിട്ടട്ടെ, JRF കിട്ടട്ടെ. അപ്പോൾ നെറ്റ് JRF ഒക്കെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കിട്ടാത്തവര് തീർച്ചയായിട്ടും അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അപ്പൊ വീഡിയോസിലൂടെ അടുത്ത ജൂൺ സൈക്കിളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും JRF കിട്ടും. ഓക്കെ, അപ്പൊ കിട്ടിയവര് തീർച്ചയായിട്ടും നിങ്ങൾ കിട്ടിയവരൊന്ന് അറിയിക്കണേ. സോ ദാറ്റ് നമുക്കൊരു സന്തോഷമാണല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺഡ്.